വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ റമദാൻ്റെ നോമ്പൊക്കെ തുടങ്ങിയ കാരണം ഇന്നത്തെ വീഡിയോ നല്ല മലബാർ സ്പെഷ്യൽ അരിക്കടുക്കയുടേതാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? അതിനുവേണ്ടി വീഡിയോ ഫുള്ളായിട്ട് കാണണേ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വാങ്ങിയപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ കല്ലുമ്മക്കായ് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് അരിക്കടുക്കും കുറച്ച് പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൊരിക്കാൻ വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായനെയാണ് ഇപ്പം നമ്മൾ ഈ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തിളപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കല്ലുമ്മക്കായുടെ ഷെല്ല് നന്നായിട്ട് തുറന്ന് വരാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ തിളപ്പിച്ചിട്ട് കൊണ്ടുവന്നതാണ്. അതിൻ്റെ ഷെല്ല് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ വായി തുറന്നിരിക്കുന്ന കാണാം. കാരണം ഷെല്ല് നന്നായിട്ടിങ്ങനെ വിടർന്ന് വരും. ആ സമയത്ത് നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ആ ഒരു ഇറച്ചി സെപ്പറേറ്റ് ചെയ്യാൻ പെട്ടെന്ന് പറ്റും. അപ്പോൾ ആ ഒരു ഷെല്ല് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഇറച്ചി ഇങ്ങ് വിട്ടുപോകും. അപ്പോൾ കല്ലുമ്മക്കായൊക്കെ വാങ്ങാൻ നേരത്ത് കുറച്ച് വലുത് നോക്കി എടുക്കുകയാണെങ്കിൽ ഇതുപോലെ കുറച്ച് ഇറച്ചിയുള്ള കല്ലുമ്മക്കായ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാത്തിനെയും ഞാനൊന്ന് ഷെല്ലിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പൊരിക്കാൻ വേണ്ടി എടുക്കുന്ന കല്ലുമ്മക്കായാണ്. അരിക്കടുക്കൊക്കെ നമ്മളിങ്ങനെ പുഴുങ്ങി വെക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ പ്രോസസ്സ് വേറെയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇതിനെയൊക്കെ ഷെല്ലിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കട്ടെ. എന്നിട്ട് ഇതിനെ മഞ്ഞളും മുളകും ഉപ്പും എല്ലാം കൂടി മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് പൊരിച്ചെടുത്തിട്ട് കഴിക്കാം. മലബാർ ഭാഗത്തുള്ളവർക്ക് കല്ലുമ്മക്കായ് വൃത്തിയാക്കുന്നതും ഇതുപോലെ പുഴുങ്ങിയെടുക്കുന്നതും അതിനെ ഷെല്ലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നതും എല്ലാം അറിയായിരിക്കും. ഇത് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇത്രയും കല്ലുമ്മക്കായ് നമുക്ക് പൊരിക്കാൻ വേണ്ടി മാത്രം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ജസ്റ്റ് മഞ്ഞൾ മുളക് ഉപ്പിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ പൊരിക്കാം. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ കാണുന്ന പോലെ കുറച്ച് ബ്ലാക്ക് ആയിട്ടുള്ളൊരു സാധനം കല്ലുമ്മക്കായുടെ ഉള്ളിലുണ്ടാവും. അത് എടുത്ത് മാറ്റാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഞാൻ നേരെ ഫ്രൈങ് പാനിലിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ അരിക്കടുക്കൊക്കെയുള്ള കല്ലുമ്മക്കായ്. അതിനൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ക്ലീൻ ചെയ്ത് വെള്ളത്തിലിട്ടിട്ടേ ഉള്ളൂ. സോ അതിൻ്റെ ഷെല്ല് എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ മേലെ നിന്ന് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് കിട്ടും ഷെല്ലിൻ്റെ ഇടയിൽ. ആ ഒരു ഗ്യാപ്പിലൂടെ നല്ല ഷാർപ്പായിട്ടുള്ളൊരു നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷെല്ലിനെ ട്വിസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിങ്ങനെ തുറന്ന് വരും. ഇനി തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇതിൻ്റെ നടുക്കായിട്ട് ഒരു പാട പോലെ ഒരു സംഭവമുണ്ട്. അതിന് പാമ്പൻ എന്നാണ് പറയുന്നത്. വേറെ നാട്ടിലൊക്കെ എന്താ പറയുക എനിക്കറിയില്ല. ഞങ്ങൾ പാമ്പൻ എന്നാണ് പറയുക. ഭയങ്കര ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഞാനിപ്പോൾ കയ്യിലെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് റിമൂവ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. കാരണം ചിലർക്ക് വയറുവേദനയൊക്കെ എടുക്കും ഇതകത്ത് ചെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. ഇനി ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു കൂട്ട് തയ്യാറാക്കണം. സോ കല്ലുമ്മക്കായൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഒരു അരമുറി തേങ്ങയും ഒരല്പം ജീരകവും എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാം. പൾസ് ചെയ്താൽ മതി, അടിച്ച് പേസ്റ്റ് ആക്കണം എന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കറക്കുക. അതിനുശേഷം അതിലേക്ക് ഞാനൊരു 10-15 ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. അതും ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ഇത് അരഞ്ഞ് പേസ്റ്റ് ആവേണ്ട, കടിക്കാൻ കിട്ടുന്ന പാകത്തിന് അരഞ്ഞാൽ മതി. ഇനി ഒരു പാത്രത്തിലേക്ക് ആമീസിൻ്റെ പത്തിരിപ്പൊടിയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. കാരണം ആമീസിൻ്റെ പത്തിരിപ്പൊടി ആകുമ്പം പച്ചവെള്ളം കൊണ്ട് കുഴച്ചാൽ മതി. അപ്പോൾ ഈ ഒരു നമ്മൾ അരച്ച് വെച്ച കൂട്ടും പത്തിരിപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാൻ. നമ്മൾ ഈ കുഴക്കട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ എത്ര വെള്ളം ഉപയോഗിച്ചിട്ടാണോ എന്താ പറയുക അതിൻ്റെ മാവ് കുഴയ്ക്കുന്നത്, ആ ഒരു കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവരണം. കാരണം നമുക്കിതിന് ഷെല്ലിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യണം. ഇനി ഷെല്ലിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഫില്ല് ചെയ്യുകയെന്ന് വെച്ചാൽ ഷെല്ലിനെ കുറച്ച് ഇങ്ങനെ ബ്രോഡായിട്ട് പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ മാവ് നിറച്ചു കൊടുക്കുക. അപ്പോൾ അതാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. ഇനി അത് ആ ഷെല്ലിൻ്റെ ആ ഒരു ഉള്ളിലേക്കൊക്കെ ഫില്ല് ചെയ്ത് എക്സ്ട്രാ ഉള്ളത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ബാക്കിയൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ ഏതാണ്ട് ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ കല്ലുമ്മക്കായുടെ ഉള്ളിലും ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഫില്ല് ചെയ്യുന്ന കൂട്ട് ഞാൻ ഒന്നും കൂടെ പറയാം. ആമീസിൻ്റെ പത്തിരിപ്പൊടിയാണ് ഞാൻ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അരിപ്പൊടി യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും ഉപ്പും ഇത്രയും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പച്ചെമ്പിലിട്ട് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ അപ്പച്ചെമ്പിൽ ഞാൻ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പുഴുങ്ങിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഷെല്ല് കളയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഒരു 10-15 മിനിറ്റ് ഇതിരുന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് മലബാറുകാർക്ക് ഇത് വളരെ സിമ്പിളായിരിക്കും. പക്ഷെ പുതിയൊരാളിത് ട്രൈ ചെയ്യുമ്പം ആ ആൾക്കും കൂടി ഇത് ഒന്ന് എളുപ്പമായിക്കോട്ടെ വെച്ചിട്ടാണ് ഇത്രയും പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് പുഴുങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഷെല്ലിനെ പിടിച്ച് തുറന്നു കഴിഞ്ഞാൽ ചിലപ്പം അരി വേറെയും കല്ലുമ്മക്കായ് വേറെ ആയിട്ട് നിൽക്കും. അപ്പോൾ വേറൊരു ഷെല്ല് ഉപയോഗിച്ചിട്ട് ആ കല്ലുമ്മക്കായനെയും കൂടെ ജസ്റ്റ് ഒന്ന് ആ ഷെല്ലിൻ്റെ
പുറത്തേക്ക് സ്ക്രേപ്പ് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ പുഴുങ്ങിയ കല്ലുമ്മക്കായ എങ്ങനെയാണോ സെപ്പറേറ്റ് ചെയ്തത് അതുപോലെ ചെയ്തെടുത്താൽ അരിയുടെ മേലയിൽ തന്നെ ഈ കല്ലുമ്മക്കായ ഒട്ടി നിൽക്കും. അപ്പോൾ അതുപോലെ ഞാനിപ്പം 3-4 എണ്ണം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഒന്നും കൂടെ കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് കല്ലുമ്മക്കായനെയും കൂടെ അതിൻ്റെ കൂടെ എടുത്തിട്ട് വേണം അരിനെ പിടിച്ച് വലിക്കാൻ. അങ്ങനെ എല്ലാത്തിൻ്റെയും ഷെല്ല് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത പരിപാടി മാരിനേഷനാണ്. മാരിനേഷന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതിനെ ഒരു പേസ്റ്റാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന അരിക്കടുക്കനെ മുഴുവൻ ഈ ഒരു മാരിനേഡിൽ കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ലോണം എണ്ണ ഒഴിച്ചു കൊടുക്കുക. കാരണം നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അധികം നേരം ഫ്രൈ ചെയ്യേണ്ട, കാരണം ഇതെല്ലാം ഓൾറെഡി കുക്ക്ഡ് ആയതാണ്. എണ്ണ ചൂടായതിന് ശേഷം നമ്മുടെ അരിക്കടുക്ക ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇടുക, എന്നിട്ട് വറുത്ത് കോരുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കല്ലുമ്മക്കായ ആയതുകൊണ്ട് അത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ അരിക്കടുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ സെയിം പ്രൊസീജിയറിലൊന്ന് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി ഐറ്റമാണ്. മലബാർ സ്പെഷ്യൽ അരിക്കടുക്കയാണ്. അപ്പോൾ നമുക്കെന്തായാലും വേറൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.